എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുധിഷ്ഠിരനും ബാക്കി പാണ്ഡവരും പാഞ്ചാലി ഉൾപ്പെടെ വനത്തിൽ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ ഒരു ദിവസം യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മുനിയോട് ഒരു കാര്യം പറഞ്ഞു. അല്ലയോ മഹാമുനെ, ഞാനും എൻ്റെ സഹോദരന്മാരും രാജ്യഭ്രഷ്ടരാക്കപ്പെട്ടതിലോ വനത്തിൽ വസിക്കുന്നതിലോ ഞങ്ങൾക്ക് യാതൊരു ദുഃഖവുമില്ല. എന്നാൽ പാഞ്ചാലിയുടെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട്. പതിവ്രതയായ അവൾക്ക് ഈ ഗതി വന്നതിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. അപ്പോ മാർക്കണ്ഡേയ മുനി ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. ഇവളെ പോലെ നിർഭാഗ്യവതിയായ മറ്റൊരു സ്ത്രീയെ പറ്റി അങ്ങ് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? മാർക്കണ്ഡേയ മുനി പറഞ്ഞു, അല്ലയോ രാജാവേ, രാജകുമാരിയായിരുന്ന സാവിത്രി പാതിവൃത്യ നിഷ്ഠ കൊണ്ട് അനശ്വരമായ കീർത്തി നേടിയ കഥ ഞാൻ പറയാം. മദ്ര രാജ്യത്തിൽ അശ്വപതി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൂത്ത ഭാര്യയിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്ക് സാവിത്രി എന്ന് പേരിട്ടു. മകൾ വളർന്നു വലുതായി യൗവനയുക്തയായപ്പോൾ അവളെ കന്യാദാനം നടത്തണമല്ലോ. ആ സമയത്ത് രാജാവ് തന്റെ മകളോട് പറഞ്ഞു, മകളെ, നിനക്ക് വിവാഹപ്രായം എത്തി. നിന്നെ കന്യാദാനം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഞാൻ ധർമ്മിഷ്ഠനായ ഒരു പിതാവാവില്ല. അതുകൊണ്ട് നീ സ്വയം നിനക്ക് അനുരൂപനായ വരനെ കണ്ടുപിടിച്ചു കൊള്ളുക. ഇത് കേട്ട് രാജകുമാരി അച്ഛന്റെ ആഗ്രഹമനുസരിച്ച് യാത്രയ്ക്ക് ഒരുങ്ങി. അവൾ സ്വർണരഥത്തിൽ കയറി യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ രാജാവ് പക്വതയുള്ള വൃദ്ധരായ സജീവന്മാരെ അവളോടൊപ്പം ആ യാത്രയ്ക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ രാജകുമാരി വളരെ സന്തോഷത്തോടു കൂടി യാത്ര തുടങ്ങി. തപോജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന രാജകുമാരി രാജർഷിമാർ തപസ് ചെയ്യുന്ന വനാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു. അവിടെ ബഹുമാന്യരായ വൃദ്ധ താപസന്മാരുടെ എല്ലാം പാദം തൊട്ടു വണങ്ങി. അങ്ങനെ തീർത്ഥാടനത്തിനും സത്സംഗമത്തിനുമായി പല സ്ഥലങ്ങളിലും അവൾ സഞ്ചരിച്ചു. ഒരു ദിവസം മദ്രാധിപനായ അശ്വപതി രാജ്യസഭയിൽ ദേവർഷിയായ നാരദനുമൊത്ത് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാവിത്രിയും തൻ്റെ സജീവന്മാരും ഒക്കെ തിരിച്ചു വന്നു. സാവിത്രി നാരദ മഹർഷിയെയും തൻ്റെ പിതാവിനെയും കാല് തൊട്ട് വണങ്ങി. എന്നിട്ട് ആ സമയത്ത് നാരദർ അവളോട് ചോദിച്ചു, അവളെ കണ്ടിട്ട് രാജാവിനോടാണ് ചോദിക്കുന്നത്, രാജാവേ, അങ്ങയുടെ മകൾ എവിടെ പോയിരുന്നു? വിവാഹപ്രായം എത്തിയിട്ടും ഇവളുടെ വിവാഹം അങ്ങ് നടത്താത്തത് എന്താണ്? അശ്വപതി പറഞ്ഞു, അക്കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇവളെ അയച്ചിരുന്നത്. ഇപ്പോൾ മടങ്ങി എത്തിയതേ ഉള്ളൂ. ഇവൾ ആരെയാണ് വരനായി തിരഞ്ഞെടുത്തതെന്ന് അങ്ങ് തന്നെ ചോദിച്ചാലും അനന്തരം നീ തന്നെ വിവരമെല്ലാം പറഞ്ഞുകൊള്ളൂ എന്ന പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് സാവിത്രി പറഞ്ഞു തുടങ്ങി. അല്ലയോ പിതാവേ, ശാല്യദേശത്ത് ദ്യുമദസേനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അന്ധനായിപ്പോയി. അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ വളരെ ചെറിയ കുട്ടിയുമായിരുന്നു. ഈ സന്ദർഭം കണക്കിലെടുത്ത് പൂർവ്വവൈരികളായ അയൽ രാജ്യക്കാരൻ അദ്ദേഹത്തിന്റെ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി. രാജാവും മകനും തന്റെ ഭാര്യയുമായി വനത്തിലേക്ക് താപസ വൃത്തിക്ക് വേണ്ടി ഇറങ്ങി. ആ രാജകുമാരൻ വനത്തിലാണെങ്കിലും വളർന്നു വലുതായി. സത്യവാൻ എന്ന രാജകുമാരനെ ഞാൻ ഭർത്താവായി മനസ്സാ വരിച്ചിരിക്കുന്നു. അപ്പോൾ നാരദർ പറഞ്ഞു, രാജാവേ, സാവിത്രിക്ക് വലിയ തെറ്റുപറ്റിപ്പോയിരിക്കുന്നു. കഷ്ടം, ഇവൾ ഗുണവാനെന്ന് കരുതി സത്യമറിയാതെ സത്യവാനെ വരിച്ചിരിക്കുന്നു. ഈ കുമാരന്റെ മാതാപിതാക്കൾ വളരെ സത്യനിഷ്ഠ ഉള്ളവരാണ്. അതുകൊണ്ട് ഈ കുമാരനെ ആളുകൾ സത്യവാൻ എന്ന് വിളിക്കുകയും ചെയ്തു. അശ്വപതി ചോദിച്ചു, ആ പിതാവിന്റെ വത്സലപുത്രനായ രാജകുമാരൻ തേജസ്സും ബുദ്ധിയും ക്ഷമയും ശൗര്യവും തികഞ്ഞവനല്ലേ? നാരദർ പറഞ്ഞു, സൂര്യനെ പോലെ തേജസ്വിയും
ബൃഹസ്പതിയെ പോലെ ബുദ്ധിമാനും രതിദേവനെ പോലെ ഉദാരനുമാണ് ആ രാജകുമാരൻ. എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയവൻ തന്നെയാണ് അവൻ. പിന്നെ എന്താണ് ആ രാജകുമാരനുള്ള ദോഷം? അതുകൂടി അങ്ങ് പറയൂ എന്ന് അശ്വപതി നാരദനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നാരദർ പറഞ്ഞു, ഇവനിൽ ഒരു ദോഷമേ ഉള്ളൂ, സകല ഗുണഗണങ്ങളും മുങ്ങിപ്പോകുന്ന ഒരു ദോഷം. അതിൽ നിന്ന് മോചനം എത്ര ശ്രമിച്ചാലും ലഭിക്കുകയില്ല. അപ്പൊ ഇന്നേക്ക് ഒരു വർഷം തികയുമ്പോൾ കുമാരന്റെ ആയുസ് ഒടുങ്ങും എന്നുള്ളതാണ് പ്രധാന ദോഷം. ഇത് കേട്ട് രാജാവ് മകളോട് പറഞ്ഞു, കുമാരി ഇവിടെ വരൂ, നോക്കൂ, നീ വീണ്ടും പോയി മറ്റൊരു വരനെ കണ്ടെത്തണം. അപ്പോ സത്യവാൻ അല്പായുസാണെന്നുള്ളത് ഇന്നേക്ക് ഒരു വർഷം തികയുമ്പോൾ അയാൾക്ക് മരണമാണെന്നുള്ളതും നാരദ മഹർഷി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സാവിത്രി പറഞ്ഞു, പിതാവേ, കന്യാദാനം ഒരിക്കലേ നടത്താവൂ. ഞാൻ കൊടുത്തു എന്ന സങ്കല്പവും ഒരിക്കലേ ഉണ്ടാകാറുള്ളൂ. അദ്ദേഹം ദീർഘായുസ്സോ അല്പായുസ്സോ ഗുണവാനോ നിർഗുണനോ എന്നൊന്നും ഇനി ഉള്ള കാര്യം പ്രസക്തമല്ല. അദ്ദേഹം മാത്രമേ എൻ്റെ ഭർത്താവാകൂ. ഇനി ആദ്യം നിശ്ചയിക്കുന്നു, പിന്നീട് അത് പറയുന്നു, അതിനുശേഷം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സാണ് പരമപ്രധാനം. അപ്പോ നാരദര് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ പുത്രി വളരെ നിശ്ചയദാർഢ്യമുള്ളവളാണ്. അതുകൊണ്ട് ഈ നിശ്ചയത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാനാവില്ല. സത്യവാനിലുള്ള ഗുണങ്ങൾ മറ്റൊരു പുരുഷനിലും ഇല്ല. അങ്ങ് അയാൾക്ക് കന്യകയെ ദാനം ചെയ്യണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. അപ്പൊ രാജാവ് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. അവളെ നിശ്ചയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പറ്റുകയില്ല. അങ്ങ് എൻ്റെ ഗുരുവും കൂടിയാണ്. അതുകൊണ്ട് അങ്ങ് പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാം. നാരദയുടെ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് രാജാവ് വിവാഹത്തിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. പുരോഹിതരെയും ബ്രാഹ്മണ ശ്രേഷ്ഠരെയും ഋതുക്കളെയും ഒക്കെ കൊണ്ട് അശ്വപതി തന്റെ പുത്രിയുമായി ശുഭമുഹൂർത്തത്തിൽ വനത്തിലേക്ക് യാത്ര തിരിച്ചു. അന്ധനായ ദ്വിമസേനൻ ഒരു സാലവൃക്ഷ ചുവട്ടിൽ ഇരിക്കുന്നത് രാജാവ് കണ്ടു. അദ്ദേഹം ദ്വിമസേനനെ വണങ്ങിയിട്ട് സ്വയം പരിചയപ്പെടുത്തി. അർഘപാദ്യാദികൾ നൽകി രാജാവിനെ ദ്വിമസേനൻ സ്വീകരിച്ചു. അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ അശ്വപതി പറഞ്ഞു, രാജർഷേ, എനിക്കൊരു മകളുണ്ട്, സാവിത്രി എന്നാണ് അവളുടെ പേര്. അവള് ധർമ്മം അനുസരിച്ച് അങ്ങ് ഇവളെ പുത്രവധുവായി സ്വീകരിച്ചാലും. അപ്പൊ ദ്വിമസേനൻ പറഞ്ഞു, രാജ്യപൃഷ്ടനായി ഞാനിവിടെ കഴിയുകയാണ്. അപ്പൊ രാജ്യപൃഷ്ടനായിട്ട് ഞാനിവിടെ കഴിയുന്നു, താമസ ജീവിതം നയിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ മകൾ ഈ കാട്ടിലെ താമസത്തിന് യോഗ്യയാവുകയില്ല. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളാണ് വനത്തിൽ വസിക്കുന്നത്. ഈ ആശ്രമത്തിലെ തപോ ജീവിതം അവൾ എങ്ങനെ ഇഷ്ടപ്പെടും? അപ്പോ അശ്വപതി പറഞ്ഞത്, രാജാവേ, സുഖദുഃഖങ്ങൾ വന്നും പോയും ഇരിക്കും. അക്കാര്യം എനിക്കും എൻ്റെ മകൾക്കും നന്നായി അറിയാം. ഈ കാര്യങ്ങൾ അങ്ങേക്കെ പോലുള്ള ഒരാളിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യവുമില്ല. എല്ലാം വേണ്ട പോലെ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അപ്പൊ ദ്വിമസേനൻ പറഞ്ഞു, ഞാൻ പണ്ടേ തന്നെ അങ്ങയുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രാജ്യപൃഷ്ടനായതോടുകൂടി ആ ആലോചന എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഞാൻ ഉപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ എൻ്റെ ചിര അഭിലാഷം സാധ്യമാവുകയാണെങ്കിൽ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ ആശ്രമത്തിലുള്ള താപസന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി അവിടെ വെച്ച് സാവിത്രിയെ സത്യവാന് കന്യാദാനം നടത്തി. എന്നിട്ട് മകൾക്ക് ഒരുപാട് ആടയാഭരണങ്ങളും സമ്പത്തുക്കളും എല്ലാം അശ്വപതി നൽകിയിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ വന്നവരും തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. സദ്ഗുണസമ്പന്നയായ സാവിത്രിയെ വധുവായി ലഭിച്ചതിൽ സത്യവാൻ വളരെ സന്തോഷിച്ചു. ഇഷ്ടപ്പെട്ട വരനെ തന്നെ ലഭിച്ചതിൽ സാവിത്രിയും വളരെ സന്തോഷിച്ചു. പിതാവ് പോയി കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ ആഡംബര വസ്തുക്കൾ, ആടയാഭരണങ്ങളെല്ലാം ഉരിവെച്ചിട്ട് കാഷായ വസ്ത്രവും വൽക്കലവും ധരിച്ചു.
എന്നിട്ട് തന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളെ സന്തോഷത്തോടെ ശുശ്രൂഷിച്ച് ആശ്രമത്തിൽ കഴിഞ്ഞു വന്നു. കുറെ നാൾ കഴിഞ്ഞു. സാത്യവാന്റെ ജീവിതാവധി നാരദൻ പറഞ്ഞ അതുപോലെ ഇനി 4 നാൾ കൂടിയേ ഉള്ളൂ. ആ സമയത്ത് സത്യവതി 3 ദിവസത്തെ ഒരു വ്രതം അനുഷ്ഠിച്ചു. ഒരിടത്തിരുന്ന് ആ വ്രതം തീരുന്നവരെ 3 ദിവസവും ആഹാരപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇരിക്കുന്നിടത്തിരുന്ന് തന്നെ അവൾ ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട് ഇരുന്നു. 4-ാം നാൾ രാവിലെ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അഗ്നിയെ ജ്വലിപ്പിച്ച് ആഹൂതിയൊക്കെ കൊടുത്ത് ആശ്രമത്തിലെ താപസന്മാർ എല്ലാവർക്കും അവൾക്ക് മംഗല്യഭാഗ്യം നേർന്നു. അവൾ വിനയപൂർവം ആ ആശീർവാദങ്ങളെല്ലാം ഏറ്റുവാങ്ങി. ഈ സമയം ചമത ശേഖരിക്കാൻ വേണ്ടി സത്യവാൻ വനത്തിലേക്ക് പോകാൻ തയ്യാറായി. അപ്പോ സാവിത്രി താനും കൂടി അദ്ദേഹത്തോടൊപ്പം വരണമെന്ന് പറഞ്ഞു. എന്നാൽ കാട്ടിലെ കല്ലും മുള്ളും ദുർഘടമായിട്ടുള്ള പ്രദേശത്തൂടി സഞ്ചരിച്ചാൽ സാവിത്രിക്ക് അത് താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആദ്യം സത്യവാൻ അത് നിരുത്സാഹപ്പെടുത്തി. എന്നാൽ സാവിത്രി നിർബന്ധം പിടിച്ചപ്പോൾ സത്യവാൻ അവളെയും തന്റെ കൂടെ കൂട്ടി. ഈ സമയമെല്ലാം സാവിത്രിയുടെ മനസ്സിൽ ദുഃഖം ആളിക്കത്തുകയാണ്. അവൾ അത് മറച്ചു പിടിച്ച് വളരെ സന്തോഷവതിയായിട്ട് ഭാവിച്ചു. സത്യവാൻ കാട്ടിൽ നിന്ന് പഴവർഗ്ഗങ്ങളെല്ലാം ശേഖരിച്ച് ഒരു കൂട നിറയെ വെച്ചു. അതിനുശേഷം വിറക് വെട്ടാനായിട്ട് സത്യവാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ സത്യവാൻ ക്ഷീണിതനായി തല വേദനിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാവിത്രി തല വേദനിക്കുന്നു എന്ന് പറഞ്ഞു സത്യവാൻ സാവിത്രിയോട് പറഞ്ഞു, പ്രിയേ, ഇന്ന് എനിക്ക് വലിയ ക്ഷീണം തോന്നുന്നു. ദേഹമാസകലം വേദനിക്കുന്നു, തലയും വേദനിക്കുന്നു, എനിക്ക് ഒന്ന് കിടക്കണം. സാവിത്രി ഭർത്താവിന്റെ അടുത്ത് ചെന്ന് അവൾ തറയിൽ ഇരുന്നിട്ട് ഭർത്താവിനെ തന്റെ മടിയിൽ പിടിച്ചു കിടത്തി. നാരദർ പറഞ്ഞ മുഹൂർത്തം അവൾ ഓർമ്മിച്ചു. ആ സമയം ചുവന്ന പട്ടുടുത്ത് കിരീടമണിഞ്ഞ് സൂര്യനെ പോലെ തേജസ്സുള്ള ഒരാൾ തന്റെ മുൻപിൽ നിൽക്കുന്നത് സാവിത്രി കണ്ടു. കറുപ്പ് നിറം, ചുവന്ന കണ്ണുകൾ, കയ്യിൽ ഒരു കയർ. കാഴ്ചയ്ക്ക് ഭീമാകാരനായ അയാൾ സത്യവാന്റെ അടുത്തെത്തി. എന്നിട്ട് സാവിത്രിയെ നോക്കി. അവൾ തന്റെ ഭർത്താവിന്റെ തല തറയിലേക്ക് എടുത്തു വച്ചിട്ട് പതുക്കെ എഴുന്നേറ്റു. എന്നിട്ട് കൂപ്പുകൈകളോട് ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പതിവ്രതയും താപസിയുമായതുകൊണ്ട് ഞാൻ നിന്നോട് സംസാരിക്കാം. ഞാൻ യമരാജനാണ്. നിന്റെ ഭർത്താവായ സത്യവാന്റെ ആയുസ് ഒടുങ്ങിയിരിക്കുന്നു. അവനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സത്യവതി പറഞ്ഞു, ഭഗവാൻ, മനുഷ്യരെ കൊണ്ടുപോകാൻ അങ്ങയുടെ ദൂതന്മാരല്ലേ വരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങ് നേരിട്ട് വന്നിരിക്കുന്നത്? അപ്പോ യമരാജാവ് പറഞ്ഞു, സത്യവാൻ ധാർമ്മികനും ഗുണവാനും സുന്ദരനുമാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ കൊണ്ടുപോകാൻ ഞാൻ തന്നെ വരേണ്ടി വന്നു. അനന്തരം യമരാജൻ ബലാത്കാരമായി സത്യവാന്റെ ശരീരത്തിലെ നിന്നും ജീവൻ എടുത്തുകൊണ്ട് ദക്ഷിണ ദിക്കിലേക്ക് നടന്നു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.